ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുന്ന ഏവരുടെയും ലക്ഷ്യം ലാഭം നേടുക എന്നുള്ളതാണ്. അതായത് ട്രേഡിങ്ങിൽ കടന്നു വരുന്ന ആളുകൾ ഇത്ര ലാഭം പ്രതീക്ഷ ഉണ്ടായിരിക്കും മെയിനായിട്ട് വരുന്നത്. പക്ഷേ അതിന് അനാലിസിസും സ്റ്റഡിയും പ്രോപ്പറായിട്ട് എല്ലാം ചെയ്തു വന്നിട്ടും ഭൂരിഭാഗം നമുക്ക് ആളുകൾക്കും പ്രോഫിറ്റ് നേടാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ നമുക്ക് ആക്ച്വലി കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ബിഗിനേഴ്സൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്ക് വരുമ്പോൾ അതിൻ്റെ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ അതിനകത്ത് എങ്ങനെ ചെയ്യണം, ഏത് പോയിന്റിൽ ചെയ്യണം, ഏത് പോയിന്റിൽ ചെയ്താണ് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് ആർക്കും അറിയത്തില്ല ആക്ച്വലി. അപ്പം അത് നമ്മളൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഡെയിലി എങ്ങനെ വന്നാലും ഒരു 5 to 10 റിട്ടേൺസ് നമുക്ക് ആക്ച്വലി നേടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. പക്ഷേ അതിനകത്ത് മെയിനായിട്ട് ആക്ച്വലി നമുക്ക് അറിയാത്ത വസ്തു, ഇപ്പോൾ ഈവൻ ക്യാഷ് ട്രേഡർ ആയിക്കോട്ടെ, ഒരു സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡർ ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് ആക്ച്വലി ഫ്യൂച്ചർ ട്രേഡർ ആയിക്കോട്ടെ, പോസ്റ്റൽ ട്രേഡോ സ്കാൽപ്പിങ്ങോ ഏത് വേണമെങ്കിലും ചെയ്യുന്ന ട്രേഡർ ആയിക്കോട്ടെ, നമുക്ക് ആക്ച്വലി മെയിനായിട്ട് എൻട്രിയും എക്സിറ്റും അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഫുള്ള് ലോസിലേക്ക് പോകുന്ന അവസ്ഥ വരാറുണ്ട്. ഓക്കെ, അതോടൊപ്പം നമുക്ക് സൈഡ് വേ മാർക്കറ്റും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ആ പോയിന്റ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അത് നമുക്ക് മാനുവലി ചെയ്യാമെന്നുള്ള അതിനേക്കാളും ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പം അതിനകത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം അതായത് നമുക്കതിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വിൻട്രേഡർ സോഫ്റ്റ്വെയറിനെ കുറിച്ച്. അതായത് 13 years ആയിട്ട് നമ്മൾ ആക്ച്വലി സക്സസ്ഫുള്ളായി ചെയ്തു വരുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എൻട്രി എടുക്കണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, ഏത് ഇതിൽ ചെയ്യണം, ഏത് പോയിന്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്താലാണ് പ്രോഫിറ്റ് കിട്ടുക, അത് ഏത് സ്റ്റോക്കിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വിൻട്രേഡർ സോഫ്റ്റ്വെയർ നമ്മുടെ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പോകുന്നത് ഒരു 10 സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാഷിൽ, നമുക്ക് ക്യാഷ് ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾ ആക്ച്വലി ഒരു ഫ്യൂച്ചർ ട്രേഡർ ആയിക്കോട്ടെ, നിങ്ങൾ ആക്ച്വലി ഓപ്ഷൻ ട്രേഡർ ആയിക്കോട്ടെ, ഇതിന് മൂന്നിനും കൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് ഡെയിലി എങ്ങനെ വന്നാലും നിങ്ങൾക്കൊരു മിനിമം ഒരു 5 to റിട്ടേൺസ് നേടിയെടുക്കാനായിട്ട് ഒരു പാടും ഉണ്ടാവത്തില്ല. അപ്പം എങ്ങനെ അതിൽ ഏത് 10 സ്റ്റോക്കിൽ നിങ്ങൾക്ക് നോക്കിയാലാണ് നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ നല്ല മൊമെൻറ്റ് വന്ന സ്റ്റോക്കുണ്ട്, മൊമെൻ്റ് ഇല്ലാത്ത സ്റ്റോക്കുണ്ട്, രണ്ടും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് വയ്ക്കുന്ന ഡെയിലി ഉള്ള സ്റ്റോക്ക് ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഗൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താഴെ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ബാർ ചാർട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്കും സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 13 വർഷമായിട്ട് നമ്മൾ ആക്ച്വലി 2009 സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മൾ ഫസ്റ്റ് വേർഷൻ ടു നമ്മൾ 8 വേർഷൻ നമ്മൾ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്ക്, അപ്പം ഇതുപോലെ ചിലർ ആക്ച്വലി ട്രേഡിംഗ് വ്യൂ ചാർട്ടൊക്കെ ഉപയോഗിക്കുന്നവർ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഈ ബാർ ചാർട്ട് കണ്ടാൽ ചിലർക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് മനസ്സിലാവണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്കിലേക്കും വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ഒന്നിച്ച് നോക്കണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് കമ്പയർ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇത് തന്നെയാണ്. ഓക്കെ, അത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാകാത്തൊരു വസ്തുത സൈഡ് വേ മാർക്കറ്റാണ്. അതായത് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ആക്ച്വലി നോക്കിയാൽ നിങ്ങൾ നിഫ്റ്റിയുടെ മൊമെൻറ്റും കൂടെ കാണിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിഫ്റ്റി നല്ല ഡൗൺ ഇറങ്ങിയിട്ട് ഇപ്പം മാർക്കറ്റ് നോക്കി അപ്രോക്സിമേറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ സൈഡ് വേസ് ആയിട്ട്, അതായത് മാർക്കറ്റ് എത്ര കയറുന്നു അത്രയും തന്നെ ലാസ്റ്റ് തിരിച്ചിറങ്ങുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം അതേപോലുള്ള മാർക്കറ്റ് നമ്മൾ ഒരു ബൈ ട്രേഡ് എടുക്കും, നിങ്ങൾക്ക് ആക്ച്വലി പ്രോപ്പർ സൈഡ് വേസ് ഏത് പൊസിഷനിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾക്ക് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് ആക്ച്വലി കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റണം. ഓക്കെ, അവിടെയാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വിജയം. നമുക്ക് സൈഡ് വേസ് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനുള്ളൊരു സംവിധാനം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആക്ച്വലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻറ്റും കാണിക്കാം. അതോടൊപ്പം സ്റ്റോക്ക് ഏത് 10 സ്റ്റോക്കിൽ ചെയ്താണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ട്രേഡർ ആയിക്കോട്ടെ, ക്യാഷിലായിക്കോട്ടെ, നിങ്ങൾക്ക് ആക്ച്വലി ഫ്യൂച്ചർ ട്രേഡ് ആയിക്കോട്ടെ ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ചാർട്ട് അഡാനി പോർട്സ് ഉണ്ട്, എൻ്റർപ്രൈസ് ഉണ്ട്, അതേപോലെ TCS ഉണ്ട്, LNT ഉണ്ട്, ഇൻഫി ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്, അതേപോലെ ഹിന്ദുസ്ഥാൻ ലിവർ ഉണ്ട്, അംബുജ സിമെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി, ഭാരതി എയർടെൽ, ഭാരതി.
ഓക്കെ, അപ്പം ഇതേപോലുള്ള കുറേ സ്റ്റോക്കുകൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ആക്ച്വലി സ്റ്റോക്ക് ഓപ്ഷനിൽ ചെയ്യാകട്ടെ, സ്റ്റോക്ക് നമുക്ക് ക്യാഷിൽ ചെയ്യാകട്ടെ, നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാകട്ടെ, ഈ സ്റ്റോക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ അഡാനി പോർട്സിൻ്റെ മൊമെൻറ്റ് കാണിച്ചു തരാം. ഇന്ന് രാവിലെ മോർണിംഗിൽ ഇവിടെ ഇത് കഴിഞ്ഞ് കോർണറിലാണ് ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നടക്കുന്നത്. ഇതിലായിക്കോട്ടെ, ഇവിടെ നിന്ന് ഈ ഡേ ബ്രേക്കർ ലൈനിൽ ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു സെൽ സിഗ്നൽ ആക്ച്വലി ഗ്രീൻ കളർ അപ്പാരോ ഒരു ഗ്രീൻ കളർ അപ്പാരോ ബൈസിക്കിളാണ്, റെഡ് കളർ ഡൗൺ ആരോ സെല്ലാണ്. ഇതാണ് മോർണിംഗിൽ ഒരു സെൽ സിഗ്നലാണ് വന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് മോർണിംഗിൽ ഒരു 9:20 നമുക്ക് ആക്ച്വലി സെൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. സെൽ സിഗ്നൽ വന്ന സമയത്ത് ഇവിടെ എൻട്രി പോയിൻറ്റും ടാർഗറ്റും മുകളിലേക്കാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ വന്ന സിഗ്നലാണ് ആക്ച്വലി മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് സിഗ്നൽ വന്നത് 12:15 ആക്ച്വലി 179 അതിൻ്റെ ബൈ എൻട്രി, ആ സമയത്ത് എൻട്രി പോയിൻ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. അപ്പം മോർണിംഗിൽ വന്ന സെൽ സിഗ്നൽ ആക്ച്വലി നല്ല കൺഫേംഡ് ആയിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വന്ന ബൈ സിഗ്നൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കളർ ചേഞ്ചുകൾ ഇങ്ങനെ മിക്സ് ആയിട്ട് തരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഈ കളർ ചേഞ്ച് എന്താണ്. ഓക്കെ, അപ്പോൾ ആ കളർ ചേഞ്ചിനാണ് സൈഡ് വേസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഈ ബാർ ചാർട്ടിൽ പ്രകാരം ഇതിനകത്ത് ഈ സ്ട്രാറ്റജി പ്രകാരം നമ്മൾക്ക് ആക്ച്വലി ഗ്രീനും റെഡും അല്ലാതെ ഒരു 4 എക്സ്ട്രാ കളേഴ്സ് ഇതിനകത്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ തരുന്ന കളേഴ്സിന് നമുക്ക് ആക്ച്വലി സൈഡ് വേസ് എന്നാണ് പറയുന്നത്. സൈഡ് വേസ് ആണ് മാർക്കറ്റ് ബൈയും സെല്ലും ഇടയ്ക്ക് കിടക്കുന്ന പൊസിഷൻ. അപ്പോൾ ഇടയ്ക്ക് അതിൽ കൺഫർമേഷൻ വരുന്നുണ്ടെങ്കിലും അതുപോലത്തെ പൊസിഷൻ കൺസോൾട്ടേഷന് കൂടുതൽ, അതായത് മാർക്കറ്റ് ഒരു ഫ്ലക്ച്വേഷന് കൂടുതൽ ചാൻസ് ഉള്ള ഒരു പൊസിഷനാണ്. അവിടുന്ന് നമ്മൾക്ക് ആക്ച്വലി എപ്പോഴും ഷോർട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു പൊസിഷനിൽ എപ്പോഴും ചെറിയ ട്രേഡ് മാത്രം എടുത്ത് എക്സിറ്റ് ചെയ്യുക. കൺഫേം ആവുന്നുണ്ടെങ്കിലും നമ്മൾ ചെറിയ ട്രേഡ് ആയിട്ട് എക്സിറ്റ് ചെയ്യുക. അപ്പോൾ കൺഫർമേഷൻ നോക്കുന്നത് നിങ്ങൾക്കറിയാം, എന്നാലും എഗെയിൻ ഞാൻ പറഞ്ഞു തരാം. സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ക്യാൻഡിൽ കളറ്, താഴത്തെ വോളിയം ബാർ, പ്രൈസ് ആൻഡ് സെൽ സോൺ, ഇതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ലോങ് ക്യാൻഡിൽസ് ആണ് ഓപ്പണിംഗ് കൺഫർമേഷൻ വരുന്നതാണെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തിട്ടാണ്, സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്ത ലെവൽ പിടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് ഒരു അടിച്ചിറങ്ങിയ ഒരു സിഗ്നലാണ്, പെട്ടെന്ന് ഒരു ഹ്യൂജ് ഡൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ ആക്ച്വലി നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിന്റ് ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് 872 വരെ ഒരു 10 പോയിന്റ് നമുക്ക് ആക്ച്വലി താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. നല്ല പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി അഡാനി പോർട്സിന് കിട്ടിയിട്ടുണ്ട് മോർണിംഗിൽ തന്നെ. ഓക്കെ, അത് കഴിഞ്ഞ് ബൈ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ കാണും, നിങ്ങൾ കൺഫേം ആയ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറുന്നുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ അത് റിസ്കി ഫാക്ടർ അതിൻ്റെ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുപോലത്തെ പൊസിഷൻസ് നമ്മളെപ്പോഴും ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലോട്ട് കൂട്ടിയെടുക്കുക, ചെറിയ ടാർഗറ്റ് കൊടുക്കുക. ഓക്കെ, അതാണ് കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ തന്നെ വന്ന സിഗ്നൽ കണ്ടില്ലേ, പ്രോപ്പർ ബ്രേക്ക് ഔട്ട്. ഇതിനകത്ത് പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാലും ഒരു വോളിയം ഉള്ളൊരു സ്റ്റോക്കാണ് മെയിനായിട്ട്. നമുക്ക് നല്ല രീതിയിൽ മൊമെൻറ്റ് ഏത് പോർഷൻ, അതായത് ഇൻട്രാഡേ ആവട്ടെ, പോർഷണൽ സ്ട്രാറ്റജി ആവട്ടെ, അഡാനി പോർട്സിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. നിങ്ങൾ സജഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസ് ആയിക്കോട്ടെ. ഇപ്പം ഇത് കണ്ടില്ലേ, 2 ദിവസമായിട്ട് ബൈ ട്രെൻഡിലേക്ക് പോവുകയാണ്, സെൽ ട്രെൻഡിലേക്ക് വന്നിട്ടില്ല. ഇതുപോലുള്ള സ്ട്രാറ്റജി നമുക്ക് 15 മിനിറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഹോൾഡിങ്സ് ചെയ്ത് വെക്കാൻ, അതായത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾക്ക് ഈ 15 മിനിറ്റ്സിൽ BTS ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ടോട്ടൽ നിങ്ങൾക്ക് 73 പോയിന്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിഗ്നൽ തന്നത് മുതൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബൈ സിഗ്നൽ നിങ്ങളിവിടെ കണ്ടു കാണും, ഗ്രീൻ കളർ അപ്പാരം ഇവിടെ വന്നിട്ട് അപ്രോക്സിമേറ്റ് നിങ്ങൾ നോക്കി കാണും. ഒരു 4060 ആക്ച്വലി ബൈ എൻഡ് പറഞ്ഞിട്ട് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും 4034 ആണ്. നമുക്ക് എത്ര പോയിന്റ്, 73 പോയിന്റ് നമുക്ക് കയറിയിട്ടുണ്ട്. 4134 ആണ് ഇപ്പോഴത്തെ റേറ്റ് തരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് ദിവസമായിട്ട് ഹോൾഡ്, അതായത് മാർക്കറ്റ് ഇപ്പോൾ ബൈ ട്രെൻഡ്, ഇന്നലെ വന്ന ബൈസിക്കിൾ ഇതുവരെ, ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം വന്ന, അതായത് മിനിയാന്ത് 2 ദിവസമായിട്ട് ബൈ ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, അതോടൊപ്പം ഇന്നത്തെ TCSൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കി, ഇതിലും പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ആക്ച്വലി ഡെയിലി ഒരു ഇൻട്രാഡേക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഈ TCS. അത് നിങ്ങൾക്ക് ആക്ച്വലി ബൈസിക്കിൾ തന്നിട്ടുണ്ട് ഇവിടെ. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ. സെല്ല് ഇപ്പോൾ എത്ര ദിവസം പോയി നിങ്ങൾ നോക്കണം. 2 ദിവസമായിട്ട് അപ്രോക്സിമേറ്റ് 15 മിനിറ്റ്സ് ടാർട്ട് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം എത്ര ദിവസം സെല്ല് പോയി നിങ്ങൾ നോക്കുക TCSൽ. ആക്ച്വലി ഒരു 15 മിനിറ്റ്സ് ഇൻട്രാഡേക്കും പൊസിഷനും കൂടെ രണ്ടിനും കൂടെ സെറ്റ് ചെയ്യാവുന്ന ഒരു നമുക്ക് ടൈം ഫ്രെയിമാണ് 15 മിനിറ്റ്സ്. അപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഇതേപോലുള്ളൊരു മൊമെൻറ്റ്സ് നമുക്ക് ആക്ച്വലി BTS ഒക്കെ ഇപ്പോൾ ചെറിയ പൊസിഷണൽ ട്രേഡൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഈ സ്റ്റോക്ക് ആ സജഷൻ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ്. പ്രോപ്പർ SL മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ഒരു TCSന് ആക്ച്വലി നല്ല രീതിയിൽ നമുക്ക് ഹോൾഡിങ്സിലേക്ക് കുറച്ചുകൂടെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. ഇപ്പം സെല്ല് തന്നെ നോക്കി
ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ദിവസമായിട്ട് ഇപ്പോൾ സെൽ ട്രെൻഡ് നടക്കുന്നത്. അപ്പോൾ എത്ര പോയിന്റ് നമുക്ക് ഡൗൺ ഇറങ്ങിയെന്ന് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അപ്പം അതേപോലെ തന്നെ LNT നിങ്ങൾ നോക്കിയാൽ കാണാം. LNTയിൽ ഇതേപോലെ തന്നെ ഗ്യാപ് ഡൗണിലെ മോർണിംഗിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഡൗൺ മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ ബ്രേക്കൗട്ട് വന്ന് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്രോക്സിമേറ്റ് നമുക്ക് മൂന്നാമത്തെ ക്യാൻഡിൽ 2158 നമ്മൾ എടുക്കാമായിരുന്നു. നല്ല രീതിയിൽ 2140 ഒരു 18 പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബൈസിക്കിൾ വന്ന് കൺഫേം ആണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സൈഡ് വേസ് തന്നിട്ടാണ് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ഇൻഫിയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻഫിക്കും മോർണിംഗിൽ ഒരു സെല്ല് ഇറങ്ങി കഴിഞ്ഞിട്ട് ബൈസിക്കിളിന് അപ്രോക്സിമേറ്റ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബൈസിക്കിളിൽ 12 മണിക്കാണ് ആക്ച്വലി വന്നത്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം ഇന്ന് സെൽ സൈഡ് ഒരുപാട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെയും സെൽ സൈഡാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിനകത്ത് സെൽ സൈഡ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. ഇപ്പോൾ 15 മിനിറ്റ്സ് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസമായിട്ട്. അത് കഴിഞ്ഞ് പൈസ സൈഡിൽ ഇപ്പോൾ കയറുന്നതേ ഉള്ളൂ മാർക്കറ്റ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ചെയ്യാവുന്ന സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഇതേപോലെ തന്നെയാണ്, ഓപ്ഷനും ചെയ്യാം. ഇതിനകത്ത് നല്ലൊരു പ്രോ സ്റ്റോക്കാണിത്. ഇതിനകത്തും ഇതേപോലെ തന്നെ മോർണിംഗിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ വന്നിട്ട് നമ്മൾ എൻട്രി ചെയ്തിട്ട് ഒരു 6680 നമ്മൾ എൻട്രി ചെയ്തിട്ട് ഒരു നല്ല രീതിയിൽ 6616 വരെ ഇറങ്ങി. ഒരു നല്ല പോയിന്റ് പ്രോഫിറ്റ് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെയും ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ബൈ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരം സൈഡ് വേസ് നടച്ചാൽ ഇപ്പോൾ ജസ്റ്റ് ബൈ വന്നിട്ടുണ്ട്. കൺഫേംഡ് ആണ്. ജസ്റ്റ് എൻട്രി ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ് ഇപ്പോൾ. ഓക്കെ, അതോടൊപ്പം ഹിന്ദുസ്ഥാൻ ലിവർ ഇതേപോലെ തന്നെയാണ്. ഹിന്ദുസ്ഥാൻ ലിവറിൽ മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സെൽ ട്രെൻഡ് മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നോക്കിയാലും കാണാൻ പറ്റും നല്ലൊരു ബൈ സൈഡ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നല്ല മോർണിംഗിൽ തന്നെ നല്ലൊരു സെൽ ട്രെൻഡ് നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. നല്ല ഹ്യൂജായിട്ട് അടിച്ച് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ധൈര്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഡൗൺഫോളിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ അംബുജ സിമെൻറ്റും ഇതേപോലെ തന്നെ ഇന്നത്തെ പ്രോഫിറ്റ് ഇന്ന് മോർണിംഗിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈ സൈഡ് അധികം അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെയും ഡൗൺ ഇറങ്ങിയിട്ട് പിന്നെയും തിരിച്ചു കയറണം. അപ്പോൾ ഇതിനകത്ത് അധികം ഒരു ബൈ സൈഡ് വൈസ് ഒരു നല്ല പ്രോഫിറ്റ് കിട്ടില്ല. സെൽ സൈഡ് നല്ല പോലെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി നോക്കി. ഡോക്ടർ റെഡ്ഡിക്ക് പക്ഷേ മോർണിംഗിൽ ഒരു സെൽ സൈക്കിൾ വന്നത് ഒരുപാട് അങ്ങ് ഇറങ്ങിയിട്ടില്ല. അതിന് തിരിച്ച് കയറുകയാണ് ചെയ്തത്. ഒരു ചെറിയൊരു പ്രോഫിറ്റിൽ നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു ഡൗൺ ഇറങ്ങിയിട്ട് തിരിച്ച് കയറുകയാണ് മാർക്കറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാടൊരു പ്രോഫിറ്റബിൾ ട്രേഡ് എന്ന് മോർണിംഗിൽ സെല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈ 3 ടാർഗറ്റ് മേടിച്ചിട്ടുണ്ട്. ബൈസൈക്കിളും 12.5 വന്നിട്ട് ആക്ച്വലി 4342 എന്ന് നല്ല രീതിയിൽ ബൈ കയറി 2930 പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഭാരതി എയർടെലും മോർണിംഗിലും നല്ല രീതിയിൽ ഡൗൺ ആയിട്ടിറങ്ങി. ഇപ്പോൾ ഇന്നലെ സൈഡാണെങ്കിലും നോക്കി നല്ല ബൈ ട്രെൻഡ് പോയിട്ടുണ്ട്. അതിന് മുമ്പ് നോക്കി ഇതൊക്കെ ഡെയിലി ഒരു സ്റ്റോക്ക് സജഷനിൽ പെടുത്താവുന്നൊരു സ്റ്റോക്ക് തന്നെയാണിത്. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന ബൈസൈക്കിൾ ആക്ച്വലി സൈഡ് വേസ് ആണ്. പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി ബൈ സൈഡിലേക്ക് തിരിഞ്ഞ് കയറിയിട്ടില്ല മാർക്കറ്റ്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് മെയിനായിട്ട് ഞാൻ ഡെയിലി നോക്കുന്നൊരു സ്റ്റോക്കാണ് മാരുതിക്ക്. പക്ഷേ ഇന്ന് ഗ്യാപ് ഡൗൺ ഒരുപാട് ഹ്യൂജ് ഡൗൺഫോളിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് അങ്ങ് ഇറങ്ങിയിട്ടില്ല. ഇന്നധികം പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല ഇതിന്. അപ്പോൾ ലാസ്റ്റ് വന്ന് ഇപ്പം ബൈ ഇപ്പം തിരിച്ച് കയറുന്നുണ്ട് മാർക്കറ്റ്. ഇപ്പം അവിടെ ഒരു ചാൻസ് ഉണ്ട്, ബൈക്കുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ഇപ്പോഴും 2.5 ആയിട്ടുള്ളൂ. തിരിഞ്ഞ് കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം ബൈ സൈഡ് നമുക്ക് ആക്ച്വലി അവിടെ ഒരു കൺഫർമേഷൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നലെയും നല്ല ബൈ സൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴേ നല്ലൊരു ഡൗൺഫോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അധികം അങ്ങോട്ട് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ ചെറിയൊരു അപ്പിലേക്ക് കയറിയിട്ട് പിന്നെ തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല. അതേ സ്റ്റേബിൾ കണ്ടീഷനാണ്. പക്ഷേ ഇതിനകത്തൊരു ഈ ഒരു സ്റ്റോക്ക് മാരുതി ഡെയിലി നമുക്ക് സജഷൻ ലിസ്റ്റിലേക്ക് പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ്. ഓപ്ഷൻ ആയിക്കോട്ടെ, നമുക്ക് ക്യാഷ് ആയിക്കോട്ടെ, നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഫ്യൂച്ചർ ചെയ്തോട്ടെ. അപ്പോൾ ഏതിനകത്തെല്ലാം പെടുത്താവുന്നൊരു സ്റ്റോക്കുകളാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് മാരുതി എന്നുള്ള സ്റ്റോക്ക്, അഡാണിയും ഞാൻ ഡെയിലി എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടാവുന്ന സ്റ്റോക്കുകളാണ് ഇതൊക്കെ. അപ്പം ഇതിൽ നിന്ന് മെയിനായിട്ടൊരു 5 to 10 നമുക്ക് എന്തായാലും ഏൺ ചെയ്യുന്നതിന് ഒരു പാടുമില്ല. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇന്നത്തെ കൊടുക്കുന്ന സപ്പോർട്ടും ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി സീമ കൃഷ്ണ 81390399 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ.